ഓ അനന്തവൈകുണ്ഠ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ നാമോദര മാധവേദി വക്തും സമർത്ഥോ വിനവക്തി കശ്ചിത് അഹോ ജനാനാം വ്യസനാഭിമുഖ്യം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അത സപ്തസപ്തതിതമോധ്യായ 77ാമത്തെ അധ്യായം ആണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശാല്വ വധമാണ്. അപ്പോൾ ശാല്വനും കൃഷ്ണനും തമ്മിൽ യുദ്ധം നടക്കുന്നു. ശാല്വൻ കൃഷ്ണനെ വെല്ലുവിളിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നീ വെറുതെ കടന്നു പുലമ്പണ്ട, നിന്റെ കരുത്ത് തെളിയിക്കുക എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഗദയെടുത്ത് ശാല്വന്റെ തോളെല്ലിലടിച്ചു. അപ്പോൾ അവൻ രക്തം ഛർദ്ദിച്ചു. ഈ സമയത്ത് ഒരു ദൂതൻ വന്ന് പറഞ്ഞു, വസുദേവരെ ശാല്വൻ പിടിച്ചുകൊണ്ടുപോയി എന്ന്. ശാല്വൻ എന്നല്ല, ആരോ ഒരാൾ പിടിച്ചുകൊണ്ടുപോയി എന്ന്. ശാല്വൻ എന്ത് ചെയ്തു? മായാ വസുദേവനെ ഭഗവാന്റെ മുമ്പിൽ വെച്ച് തലയെറുത്ത് കൊല്ലുന്നു. അവന്റെ മായാ പ്രയോഗമാണ്. അപ്പൊ കൃഷ്ണൻ ഉടനെ എന്ത് ചെയ്തു? തന്റെ സുദർശന ചക്രമെടുത്ത് അത് വില്ലും കവചവും എല്ലാം അസ്ത്രം കൊണ്ട് മുറിച്ചിട്ടു. ഗദ കൊണ്ട് സൗഭം തകർത്തു. എന്നിട്ട് സുദർശന ചക്രം കൊണ്ട് അവന്റെ കഴുത്തറുത്തു. അപ്പോൾ ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. അങ്ങനെ ശാല്വനെ ഭഗവാൻ വധിക്കുന്നു. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 19. ശ്രീ ഭഗവാനുവാച വൃഥാത്വം കഥസേ മന്ദ ന പശ്യസ്യന്തികേ അന്ധകം പൗരുഷം ദർശയന്തി സ്മ ശൂരാന ബഹുഭാഷിണഃ. മൂഢ, മന്ദ എന്ന് വിളിക്കുകയാണ്. വൃഥാത്വം കഥസേ മന്ദ. മന്ദ, എടാ മൂഢ. ത്വം, ഭഗവാൻ പറയാണ്. അവൻ ഭഗവാനെ വെല്ലുവിളിച്ചല്ലോ. ഞാനിപ്പോ തന്നെ നിന്നെ യമപുരിക്ക് അയക്കുമെന്നാണ് ശാല്വൻ ഭഗവാനോട് പറഞ്ഞത്. അപ്പൊ ഭഗവാൻ പറയാണ്, എടാ മൂഢ, ത്വം, നീ വെറുതെ കഥസേ, നീ വെറുതെ കിടന്ന് പിറുപിറുക്കാതെ. അന്തികെ, സമീപത്തിൽ, അന്തകം, മൃത്യുവിനെ ന പശ്യതി, നീ നിന്റെ സമീപം മൃത്യുവിനെ കാണുന്നില്ലേ? ശൂരാഹ, വീരന്മാർ, പൗരുഷം, പരാക്രമത്തെ ദർശയന്തി സ്മ, വീരന്മാർ പരാക്രമമാണ് കാണിക്കുന്നത്. നീ പരാക്രമം കാണില്ല. നീ വെറുതെ ഇവിടെ കിടന്ന് ചലച്ച് ഒന്നും പറയൊന്നും വേണ്ട. ന ബഹുഭാഷിണ, അധികം നീ പറയണ്ട ഒന്നും. അപ്പൊ യഥാർത്ഥ യോദ്ധാവാണെങ്കിൽ എന്ത് ചെയ്യണം? പരാക്രമം കാണിക്കണം. അല്ലാതെ ഇവിടെ കിടന്ന് എന്തെങ്കിലും പുലമ്പേണ്ട കാര്യമില്ല. നീ അർത്ഥമില്ലാതെ എന്തോ ഒക്കെ ഇവിടെ കിടന്ന് പിറവിറുക്കുന്നല്ലോ, ഇതിന്റെ കാര്യമില്ല. നീ നിന്റെ പരാക്രമം കാണിക്കുക എന്ന് ഭഗവാൻ ശാല്വനോട് പറഞ്ഞു. ശ്രീ ഭഗവാൻ വാച വൃഥാത്വം കത്തസേ മന്ദ ന പശ്യസ്യന്തികേ അന്ധകം പൗരുഷം ദർശന്തി സ്മ ശൂരാന ബഹുഭാഷിണഃ. ശ്ലോകം 20. ഇത്യുക്താ ഭഗവാൻ ശാല്വം ഗതയാ ഭീമവേഗയാ തതാടജത്രൗ സംരപ്ത സ ചകമ്പേ വമൻ അസ്രക്. ഇത്യുക്ത ഭഗവാൻ ശാല്വം. ഭഗവാൻ ശാല്വനെ ഗതയ ഭീമവേഗയ, ഭയങ്കരമായ വേഗത്തോടുകൂടിയ ഗത കൊണ്ട് തതാട ജത്രൗ സംരപ്ത, ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് ക്രോധിച്ചവനായിട്ട് ശാല്വനെ തതാട ജത്രൗ എന്ന് വെച്ചാൽ തോളല്ലിൽ തതാട താടിച്ചു. എന്തുകൊണ്ട്? ഗതയ ഭീമവേഗയ, ഭയങ്കര വേഗത്തോടുകൂടി ഗത കൊണ്ട് അവന്റെ തോളല്ലിൽ ഭഗവാൻ അടിച്ചു. ജത്രൗ, ഇത്ര പിരടി, തോളല്ലിൽ അടിച്ചു. സഹ, അവൻ അസ്രക് എന്ന് വെച്ചാൽ രക്തത്തെ വമൻ, രക്തത്തെ വമൻ
രക്തം ഛർദ്ദിക്കുന്നവനായിട്ട് ചകമ്പേ വല്ലാതെ വിറച്ചു. അപ്പൊ തോളലിൽ അടിച്ചപ്പോൾ രക്തം ഛർദ്ദിച്ച് അവൻ വിറച്ചു. എന്നിട്ട് അവൻ മരിച്ചില്ല. ഇത്യുക്ത ഭഗവാൻ ശാല്വം ഗതയാ ഭീമവേഗയാ തഥാടജത്രൗ സംരപ്ത സ ചകമ്പേ വമൻ അസ്രക്ക്. ശ്ലോകം 21. ഗതയാം സന്നിവൃത്തായാം ശാല്വസ്തു അന്തരധീയത തതോ മുഹൂർത്ത ആഗത്യ പുരുഷശിരസാച്യുതം ദേവക്യാ പ്രഹിതോസ്മീതി നത്വാ പ്രാഹവചോരുതൻ. ഗതായാം സന്നിവൃത്തായാം. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? ശാലുവിനെ ഗത കൊണ്ട് അടിച്ചപ്പോൾ ഗത കൃഷ്ണന്റെ അടുത്ത് മടങ്ങി വന്നു. സന്നിവൃത്തായ മടങ്ങി വന്നപ്പോൾ ശാല്വഹാത്തു ശാല്വനാകട്ടെ അന്തരധീയത മറഞ്ഞു. അവന് മായാപ്രയോഗം അറിയാലോ. അപ്പൊ അവ എന്ത് ചെയ്തു? ശാല്വൻ ഉടനെ തന്നെ കാണാതെ അവനെ കണ്ടില്ല. തതഹ അനന്തരം മുഹൂർത്തത്തിൽ ഒരു പുരുഷൻ ആഗമിച്ചിട്ട് ശിരസ് കൊണ്ട് അച്യുതനെ നത്വ നമസ്കരിച്ചിട്ട്, അപ്പൊ ഉടനെ തന്നെ ഏതോ ഒരാൾ ഓടി വന്ന് കൃഷ്ണന്റെ അടുത്ത് വന്ന് കൃഷ്ണനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ദേവകിയാൽ പ്രഹിത അയക്കപ്പെട്ടവനായിട്ട് അസ്മി വന്നിരിക്കുകയാണ് ഞാൻ. രുതൻ കരഞ്ഞുകൊണ്ട് വചസ്സിനെ പ്രാഹ പറഞ്ഞു. അപ്പോ കൃഷ്ണൻ ശാലുവിന്റെ നേരെ ഗത കൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ ഗത തിരിച്ച് ഭഗവാന്റെ കയ്യിൽ വന്നു. ശാലുവിനെ കാണാനുമില്ല. പെട്ടെന്ന് ഒരാൾ ഓടി വന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ദേവകി പറഞ്ഞനുസരിച്ച് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു. ഗതായാം സന്നിവൃത്തായാം ശാല്യസ്തു അന്തരധീയത തതോ മുഹൂർത്ത ആഗത്യ പുരുഷശിരസാച്യുതം ദേവക്യാ പ്രഹിതോസ്മീതി നത്വാ പ്രാഗവചോരുതൻ. ശ്ലോകം 22. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ പിതാതേ പിതൃവത്സലഃ ബത്വാപനീത ശാല്വേന സൗനികേന യഥാ പശുഹു. അപ്പൊ ആ ദൂതൻ കരഞ്ഞുകൊണ്ട് കൃഷ്ണനെ വിളിക്കുകയാണ്, കൃഷ്ണ കൃഷ്ണ, അല്ലയോ കൃഷ്ണ മഹാബാഹോ, പരാക്രമശാലിയായ കൃഷ്ണ. പിതാതേ പിതൃവത്സല, പിതാവിൽ പിതൃവത്സല പ്രീതി ഉള്ളവനെ. തേ പിതാ, നിന്റെ പിതാവ്. ശാല്വേന ബദ്ധ, ശാല്വനാൽ ബന്ധിക്കപ്പെട്ടു. ബദ്ധ അപനീത സൗനികേന എന്ന് വെച്ചാൽ കശാപ്പുകാരനാൽ യഥാ പശു, അതായത് കശാപ്പുകാരൻ ആടിനെ എങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുമോ, ബന്ധിച്ചു കൊണ്ടുപോകുന്നുവോ, അതുപോലെ നിന്റെ അച്ഛനെ ബന്ധിച്ചിട്ട് അപനീത കൊണ്ടുപോയി. കരഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, ദേവകി പറഞ്ഞയച്ചു വന്നതാണ്. നിന്റെ അച്ഛനെ ശാല്വൻ എന്ത് ചെയ്തു? കശാപ്പുകാരൻ ആടിനെ കെട്ടി വലിച്ചു കൊണ്ടുപോകും പോലെ കെട്ടിക്കൊണ്ടുപോയി. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ പിതാതേ പിതൃവത്സല ബത്വാപനീത ശാല്വേന സൗനികേന യഥാ പശു. ശ്ലോകം 21. നിശമ്യ വിപ്രിയം കൃഷ്ണോ മാനുഷിം പ്രകൃതിം ഗതാ വിമനസ്കോ ഘൃണി സ്നേഹാത് വ്യഭാഷേ പ്രാകൃതോ യഥാ. നിശമ്യ വിപ്രിയം കൃഷ്ണ മാനുഷീം പ്രകൃതിയും ഗതഃ, മനുഷ്യ സംബന്ധമായ സ്വഭാവത്തെ ഗതഃ പ്രാപിച്ചിരിക്കുന്ന കൃഷ്ണൻ അറിയാം എന്തായാലും തന്റെ അച്ഛനെ ബന്ധിച്ചു കൊണ്ടുപോകാൻ പറ്റുകയില്ല, കാരണം അവിടെ ബലരാമനുണ്ട്. പക്ഷെ എങ്കിലും മനുഷ്യ ശരീരം ധരിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് മനുഷ്യന്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടി പ്രിയമില്ലാത്തതിനെ നിശമ്യ കേട്ടിട്ട് വിമനസ്ക ദുഃഖിച്ച മനസ്സോടുകൂടിയവനായി. അപ്പൊ മനുഷ്യ ശരീരം എടുത്തിരിക്കുന്നുണ്ട്, മനുഷ്യരെ പോലെ അച്ഛനേലെ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് ദുഃഖം കാണിച്ച് കൃണി ദയുള്ളവനായി പ്രാകൃതായത സാധാരണ ഒരാൾ എന്ന പോലെ സ്നേഹഹേതുവായി ബഭാഷയെ പറഞ്ഞു. അപ്പൊ സാധാരണ മനുഷ്യർ ഇതുപോലെ പറഞ്ഞാൽ എന്ത് ആണ് പറയുന്നത്? അതുപോലെ മനുഷ്യന്റെ സ്വഭാവം കാണിച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. നിശമ്യ വിപ്രിയം കൃഷ്ണോ മാനുഷിം പ്രകൃതിം ഗതഃ വിമനസ്കോ കൃണി സ്നേഹാത് വിഭാഷേ പ്രാകൃതോ യഥാ. ശ്ലോകം 24. കഥം രാമം അസംഭ്രാന്തം
ജിത്വാ ജേയം സുരാസുരൈഃ ശാല്വേന അൽപീയസാ നീത പിതാമേ ബലവാൻ വിധിഃ. കഥം രാമം അസംഭ്രാന്തം ജിത്വാ ജേയം സുരാ അസുരൈ. ജിത്വാ അജേയം സുരാ അസുരൈ, ദേവന്മാരാലും അസുരന്മാരാലും അജേയം, ജയിക്കപ്പെടാൻ കഴിയാത്തവനും അസംഭ്രാന്തം, സംഭ്രമമില്ലാത്തവനുമായ രാമനെ ജിത്വ, ജയിച്ചിട്ട്. അപ്പോൾ അവിടെ ബലരാമനുണ്ട്. അപ്പോൾ ആരാലും ജയിക്കാൻ പറ്റാത്ത ബലരാമനെ ജയിച്ചിട്ട് അൽപീയസ, ഏറ്റവും നിസാരനായ ശാല്വനാൽ മേ പിതാ, എന്റെ പിതാവ് കഥം, എങ്ങനെ നീ ഇതാ നയിക്കപ്പെട്ടു, എങ്ങനെ അവിടെ ബലരാമൻ ഉള്ളപ്പോൾ, ഏറ്റവും ശക്തിമാനായ ബലരാമൻ ഉള്ളപ്പോൾ എങ്ങനെ ബലരാമനെ ജയിച്ചിട്ട് ശാല്വൻ എന്റെ പിതാവിനെ കൊണ്ടുപോയി? വിധിം, ദൈവം ബലവാൻ, ബലമുള്ളവനാണ്. അപ്പൊ അസുരന്മാർക്ക് പോലും ജയിക്കാൻ പറ്റാത്തതാണ്. അഹോ, ദൈവഗതി വല്ലാത്തത് തന്നെ, എങ്ങനെ എന്റെ അച്ഛനെ കൊണ്ടുപോയി? അത് പ്രയാസപ്പെട്ട് പറയും പോലെ പറയുകയാണ്. ഭഗവാൻ അറിയാം അങ്ങനെ നടക്കുകയില്ല. കഥം രാമം അസംഭ്രാന്തം ജിത്വാജേയം സുരാസുരൈഃ ശാല്വേന അൽപീയസാ നീത പീതാമേ ബലവാൻ വിധിഃ. ശ്ലോകം 25. ഇതി ബ്രുവാണേ ഗോവിന്ദേ സൗഭരാട് പ്രത്യുപസ്ഥിതഃ വസുദേവം ഇവാനീയ കൃഷ്ണം ചേദം ഉവാച സഃ. ഇതി ബ്രുവാണേ ഗോവിന്ദേ, ഗോവിന്ദേ ഇതി ബ്രുവാണേ, ഗോവിന്ദൻ ഇപ്രകാരം പറയുമ്പോൾ സൗഭരാട്, സൗഭരാട് ആരാണ്? ശാല്വൻ പ്രത്യുപസ്ഥിത, നേരിട്ട് സമീപത്ത് വന്നു. അപ്പൊ ഇടയ്ക്ക് അവനെ കാണാതെ പോയല്ലോ, അപ്പൊ പെട്ടെന്ന് തിരിച്ചു വന്നു. വസുദേവം ഇവാനീയ, വസുദേവനെ കൊണ്ടുവന്നിട്ട്, വസുദേവം ഇവ ആനിയ, ഇവിടെ കൊണ്ടുവന്ന എന്ന പോലെ, കൃഷ്ണം ചേദം ഉവാച സഹ, അവൻ കൃഷ്ണനോട് ഇതിനെ ഉവാച പറയുകയും ചെയ്തു. വസുദേവ സദൃശനായ ഒരു പുരുഷനെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തിയിട്ട് കൃഷ്ണനോട് ഇപ്രകാരം ശാല്വൻ പറഞ്ഞു. ഇതി ബ്രുവാണ ഗോവിന്ദേ സൗഭരാട് പ്രത്യുപസ്ഥിതഃ വസുദേവം വിവാനീയ കൃഷ്ണം ചേദം ഉവാച സഹ. ശ്ലോകം 26. ഏഷതേ ജനിതാ താതോ യദർത്ഥമിഹ ജീവസി പതിഷ്യേ വീക്ഷ്യതസ്തേ അമും ഈശ ചേത് പാഹി ബാലിശഃ. ഏഷഃ തേ, ഇവൻ നിന്റെ ജനിതാവായ താതഃ, പിതാവ്, ഇതാ നിന്റെ അച്ഛൻ, നിന്നെ ജനിപ്പിച്ച അച്ഛൻ ഇതാ നിൽക്കുന്നു. ശാല്വൻ കൃഷ്ണനോട് പറയുകയാണ്, യഥർത്ഥം ഇഹ ജീവസി, യാതൊരുത്തനു വേണ്ടി ഇഹ ഈ ലോകത്തിൽ ജീവസി, നീ ജീവിക്കുന്നു. അപ്പോൾ നിന്റെ അച്ഛനാണിതാ വന്നിരിക്കുന്നത്, യാതൊരു ആളിനു വേണ്ടിയാണോ നീ ജീവിക്കുന്നത്? വീക്ഷത, നോക്കിക്കൊണ്ടിരിക്കുന്ന തേ, നിന്നെ ആദരിക്കാതെ അമും, ഇവനെ വധിച്ചേ, ഞാനിപ്പോ വധിക്കും. അപ്പൊ നിന്റെ അച്ഛനെ നീ കാണെ തന്നെ ഞാൻ ഇവനെ വധിക്കാൻ പോവുകയാണ്. ബാലിശ, മൂഢ, ഈശച്ചേത്, ഈശനാകുന്നുവെങ്കിൽ പാകി, രക്ഷിച്ചാലും. അപ്പൊ നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ നീ രക്ഷിക്കാം, നിന്റെ അച്ഛനെ ഞാനിതാ കൊല്ലാൻ പോവുകയാണെന്ന് പറയുകയാണ്. ഏഷതേ ജനിതാ താതോ യദർത്ഥമിഹ ജീവസി വധിഷ്യേ വീക്ഷിതസ്തേയമും ഈശച്ചേത് പാഹി ബാലിശ. ശ്ലോകം 27. ഏവം നിർഭത്സ്യമായാവി ഖഡ്ഗേനാനകദുന്ദുഭേഃ ഉത്കൃത്യ ശിരാദായ കസ്തം സൗഭം സമാവിശത്. ഏവം നിർഭർസ്യ മായാവി, മായാ പ്രയോഗത്തിൽ കുശലനായ ശാല്വൻ, ഏവം ഇപ്രകാരം, നിർഭത്സ്യ ഇപ്രകാരം ഭഗവാനെ നിന്ദിച്ചു പറഞ്ഞിട്ട്, ഖഡ്ഗേന വാൾ കൊണ്ട്, ആനകദുന്ദുഭേഃ ആ മായ വസുദേവന്റെ ശിരസിനെ ഉത്കൃത്യ മുറിച്ചു, വാളുകൊണ്ട് ആ മായ വസുദേവന്റെ ശിരസിനെ മുറിച്ചിട്ട് ആദായ എടുത്തിട്ട്, കസ്തം ആകാശത്തിൽ നിൽക്കുന്ന സൗഭത്തെ സമാവിശ പ്രവേശിച്ചു. അപ്പൊ മായ വസുദേവന്റെ ശിരസ് മുറിച്ച് കൈ പിടിച്ച് ആകാശത്തിൽ നിൽക്കുന്ന തന്റെ സൗഭം എന്ന വിമാനത്തിൽ പ്രവേശിച്ചു. ഏവം നിർഭത്സ്യമായാവി ഖഡ്ഗേനാനക ദുന്ദുഭേഃ ഉത്കൃത്യ ശിരാദായ കസ്തം സൗഭം സമാവിശത്. ശ്ലോകം 28. തതോ മുഹൂർത്തം പ്രകൃത ഉപപ്ലുതഃ സ്വബോധ ആസ്തേ സ്വജനാനനുഷംഗത.
മഹാനുഭാവസ്തത് അബുദ്ധ്യതാസുരീം മായാം ച ശാല്വ പ്രസൃതാം മയോദിതാം തതഃ മുഹൂർത്തം പ്രഹൃതൗ ഉപപ്ലുതഃ സ്വബോധഃ ആസ്തേ സ്വജന അനുഷംഗതഃ മഹാനുഭാവ തത് അബുദ്ധ്യാത് ആസുരീം മായാം സ ശാല്വ പ്രസൃതാം മയോദിതാം തതഃ അനന്തരം സ്വബോധയ സ്വതസിദ്ധമായ ജ്ഞാനത്തോടു കൂടിയവൻ ആസ്തേ ആകുന്നുവെങ്കിലും സ്വജനാനുഷംഗത സ്വജനസ്നേഹം ഹേതുവായിട്ട് മുഹൂർത്തം അല്പസമയം പ്രകൃതിയിൽ ഉപപ്ലുത മഗ്നനായി ഭവിച്ചു. അപ്പോൾ വസുദേവനെ വധിച്ച സമയത്ത് സാക്ഷാൽ ജ്ഞാനസ്വരൂപനാണ്, ഭഗവാൻ അറിയാം ഇത് മായ വസുദേവനാണ്, യഥാർത്ഥ അച്ഛനല്ല എന്ന് മനസ്സിലായി. എങ്കിലും ഭഗവാൻ എന്ത് ചെയ്തു? അല്പസമയം മനുഷ്യനായി അവതരിച്ചിരിക്കുകയാണല്ലോ, മനുഷ്യന്റെ സ്വഭാവം കാണിച്ചു. അല്പനേരം ഒന്ന് മായയിൽ മുങ്ങിപ്പോയി, അല്പം മനുഷ്യ സ്വഭാവം മായാമോഹിതനായി എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്പം ഒരു ദുഃഖമൊക്കെ അഭിനയിച്ചു. മഹാനുഭാവ മഹത്തായ അനുഭാവത്തോടുകൂടിയ സഹ അവൻ മയോദിത മയനാൽ ഉണ്ടാക്കപ്പെട്ടതും ശാല്വ പ്രസൃതാം ശാല്വനാൽ പ്രകാശിക്കപ്പെട്ടതുമായ ആസുരി അസുര സംബന്ധിയായ മായയാണെന്ന് അതിനെ അബുദ്ധ്യൻ അറിഞ്ഞു. അപ്പോൾ അല്പനേരം ഭഗവാൻ ഒന്ന് ഒരു ദുഃഖം അഭിനയിച്ചു, പെട്ടെന്ന് മനസ്സിലായി ഇത് മായാപ്രയോഗമാണ്, ശാല്വിന്റെ മയനാൽ ഉണ്ടാക്കപ്പെട്ട ശാല്വിന്റെ മായാപ്രയോഗമാണെന്ന് മനസ്സിലായി. മയൻ പഠിപ്പിച്ചു കൊടുത്തതാണ്, മായാപ്രയോഗം എല്ലാം ശാല്വിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മയന്റെ മായാപ്രഭാവം തന്നെയാണ് ശാല്വൻ കാണിച്ചതെന്ന് ഭഗവാന് മനസ്സിലായി. ശ്ലോകം ഒന്നുകൂടെ. തതോ മുഹൂർത്തം പ്രകൃത ഉപപ്ലുത സ്വബോധ ആസ്തേ സ്വജനാനുഷംഗത മഹാനുഭാവസ്തത ബുദ്ധ്യതാസുരീ മായാം സശാല്വ പ്രസൃതാം മയോദിതാം. ശ്ലോകം 29. ന തത്ര ദൂതം ന പിതുക്കളൈബരം പ്രബുദ്ധ ആജോ സമപശ്യതച്യുത സ്വപ്നം യഥാ ചാംബരചാരിണം രിപും സൗപസ്ഥമാലോക്യ നിഹന്തുമുദ്യതഃ. ന തത്ര ദൂതം ന പിതുഃ കളൈബരം പ്രബുദ്ധ ആജൗ സമപശ്യത് അച്യുതഃ സ്വപ്നം യഥാ ചാംബരചാരിണം രിപും സൗപസ്ഥം ആലോക്യ നിഹന്തും ഉദ്യതഃ. തത്ര ആജൗ ആ യുദ്ധകളത്തിൽ ദൂതനെയും പിതുഹു പിതാവിന്റെ കളൈവരം ദേഹത്തെയും പ്രബുദ്ധ ഉണർന്നവൻ സ്വപ്നം യഥാ സ്വപ്നം എന്ന പോലെ. അപ്പൊ ഭഗവാൻ ആ ദൂതം വന്നതും അച്ഛനെ കൊന്നതും എല്ലാം ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അച്യുതൻ ന സപശ്യത് കണ്ടില്ല. അപ്പോ സ്വബോധം തിരിച്ചു കിട്ടിയ ആദ്യം ഒരു നിമിഷം ഭഗവാൻ ഒരു ദുഃഖം അഭിനയിച്ചെങ്കിലും പെട്ടെന്ന് സ്വപ്ന പദാർത്ഥങ്ങൾ എന്ന പോലെ ആ യുദ്ധകളത്തിൽ ദൂതനെയോ തന്റെ അച്ഛന്റെ ശരീരത്തെയോ ഒന്നും കണ്ടില്ല. പിന്നെ എന്ത് കണ്ടു? അമ്പരചാരണം ആകാശത്തിൽ സഞ്ചരിക്കുന്ന രിപു ശത്രുവിനെ സൗഭത്തിൽ ഇരിക്കുന്നവനായിട്ട് ആ സൗഭം എന്ന വിമാനത്തിൽ ഇരിക്കുന്ന ശാല്വിനെ ആലോക്യ കണ്ടിട്ട് നിഹന്തും ഹനിക്കാനായിക്കൊണ്ട് കൊല്ലുവാനായിക്കൊണ്ട് ഉദ്യത പുറപ്പെട്ടു. അപ്പോൾ ഭഗവാൻ ഇതെല്ലാം സ്വപ്നമായിട്ട് മനസ്സിലാക്കി സൗഭത്തിലിരിക്കുന്ന ആ ശാല്വിന്റെ നേരെ അവനെ വധിക്കാനായിട്ട് ചെന്നു. ന തത്ര ദൂതം ന പിതുക്കളൈവരം പ്രബുദ്ധ ആജോ സമപശ്യതച്യുതഃ സ്വപ്നം യഥാ ചാംബരചാരിണം രിപു സൗവസ്തമാലോക്യ നിഹന്തുമുദ്യതഃ. ശ്ലോകം 30. ഏവം വദന്തി രാജർഷേ ഋഷയ കേജനാന്വിതാഃ യത് സ്വവാചോ വിരുദ്ധ്യേത നൂനം തേന സ്മരന്ത്യുത. ഏവം വദന്തി രാജർഷേ ഋഷയഃ കേച ന അന്വിതാഃ. രാജർഷേ കേച ചില ഋഷികൾ ന അന്വിത മുമ്പ് പറഞ്ഞതിനെയും ഇപ്പോൾ പറഞ്ഞതിനെയും യോജിക്കാത്തവരായിട്ട് ഏവം ഇപ്രകാരം വദന്തി പറയുന്നു. അതായത്
പൂർവ്വ ആലോചനാപരമല്ലാത്ത ചില ഋഷികൾ ഇങ്ങനെ പറയുന്നു. അവർ ആദ്യം പറഞ്ഞിട്ടുള്ളതും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതും തമ്മിൽ ഒട്ടും ചേർച്ചയില്ല എന്ന സംഗതി അവർ ആലോചിക്കുന്നില്ല. അതായത് 71-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ രാജസൂയത്തിന് പോകുമ്പോൾ ബലരാമനോടുകൂടി പോയില്ല എന്ന് പറഞ്ഞു. ജ്യേഷ്ഠന്റെ അനുവാദം, ഉഗ്രസേന്റെയും ജ്യേഷ്ഠന്റെ അനുവാദം വാങ്ങിപ്പോയി എന്ന് അവിടെ പറഞ്ഞു. ഇപ്പോൾ 77-ാമത്തെ അധ്യായത്തിലെ 8-ാം ശ്ലോകത്തിൽ ജ്യേഷ്ഠനോട് യോജിച്ച് രാജസൂയത്തിന് പോയതിനാൽ എന്നും പറയുന്നു. അപ്പൊ ഇത് രണ്ടും അന്യോന്യം ചേരുന്നതല്ലല്ലോ. ന്യൂനം നിശ്ചയം എന്ന് പറയുന്നു. യത് സ്വവാചോ വിരുദ്ധ്യേത, യത് എന്തുകൊണ്ടെന്നാൽ സ്വവാച തങ്ങളുടെ വാക്കുകൾ വിരുദ്ധ്യേത വിരുദ്ധമാകും, തേ അവർ ന സ്മരന്തി വിചാരിക്കുന്നില്ല. ഏവം വദന്തി രാജർഷേ ഇഷയക്കേജ ചാന്വിതാഹ യത് സ്വവാചോ വിരുദ്ധ്യേത ന്യൂനം തേ ന സ്മരന്തി ഉദാ. ശ്ലോകം 31. കോശോകമോഹൗ സ്നേഹോ വാ ഭയം വായേ അജ്ഞസംഭവാഹ കോച അഖണ്ഡിത വിജ്ഞാന ജ്ഞാനൈശ്വര്യത്തു അഖണ്ഡിതഃ. ക്വ ശോകമോഹൗ സ്നേഹോ വാ ഭയം വായേ അജ്ഞസംഭവാഹ. അറിവില്ലാത്തവരിൽ സംഭവിക്കുന്ന യാതൊരു ശോകങ്ങളും മോഹങ്ങളും സ്നേഹവും ഭയവും ക്വ എവിടെ. അപ്പൊ ഭഗവാനിൽ ശോകവും മോഹവും ഒക്കെ എവിടെയാണ്? ഭയവും അതുപോലെ സ്നേഹം, ഭയം, ഇതൊക്കെ എവിടെയാണ്? സ്വജനങ്ങളെ കുറിച്ചുള്ള സ്നേഹം, തന്നിമിത്തമുള്ള ശോകം, തന്റെ പുതിയ ശത്രു നശിപ്പിക്കുമെന്നുള്ള ഭയം, കയ്യിലുള്ള വില്ല് വീഴാൻ തക്ക വിധം ആലസ്യം, ഇങ്ങനെയുള്ള ഭാവങ്ങൾ അറിവില്ലാത്ത ജനങ്ങളിൽ ആണ് ഇത് കാണുന്നത്. ഭഗവാൻ ഇതൊന്നും ഇല്ല. അഖണ്ഡിത സമ്പൂർണമായിരിക്കുന്ന അഖണ്ഡിത വിജ്ഞാന ഐശ്വര്യ തു, സമ്പൂർണമായിരിക്കുന്ന വിജ്ഞാനം, ജ്ഞാനം എന്നീ ഐശ്വര്യങ്ങളോടുകൂടിയ ഭഗവാൻ എവിടെയാണ്? ആത്മസ്വരൂപത്തിൽ തന്നെ എപ്പോഴും കഴിയുന്ന ഭഗവാന് സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ശോകമോ മോഹമോ സ്നേഹമോ ഭയമോ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പൊ ഭഗവാൻ അവിടെ ദുഃഖിച്ചെന്നൊക്കെ പറയുന്നത് ഭഗവാൻ ആത്മാരാമനാണ്. ഭഗവാൻ അങ്ങനെ ശോകവും മോഹവും ഉണ്ടാകും. ഇത് സാധാരണ ജനങ്ങൾക്കല്ലേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ്. ഓ ശോകമോഹോ സ്നേഹോ വാ ഭയം വായേ സംഭവ കോചാഖണ്ഡിത വിജ്ഞാന ജ്ഞാനൈശ്വര്യസ്തു അഖണ്ഡിതഃ. ശ്ലോകം 32. യത്പാദസേവാർജിത ആത്മവിദ്യയാ ഹിന്വന്ത്യ അനാദ്യാത്മ വിപര്യഗ്രഹം ലഭന്ത ആത്മീയമനന്തമൈശ്വര്യം കുതോനുമോഹ പരമസ്യ തദ്ഗതേഹേ. യത് പാദസേവാർജിതയ ആത്മവിദ്യയ, യത് പാദസേവാർജിത, ഏതൊരുവന്റെ പാദസേവ കൊണ്ട് പുഷ്ടിയെ പ്രാപിച്ച ആത്മവിദ്യയാൽ സന്തഹ, സാധാരണ ജനങ്ങൾ, സാധുക്കൾ, സജ്ജനങ്ങൾ, അനാദ്യ ആത്മവിപര്യ ഗ്രഹം, അനാദിയായ ആത്മവിപരീത ബോധത്തെ ഹിന്വന്തി നശിപ്പിക്കുന്നു. അതായത് സത്തുക്കൾ, സജ്ജനങ്ങൾ ഭഗവാന്റെ പാദപത്മത്തെ നിരന്തരം വാസിക്കുന്നതുകൊണ്ട് അന്ധകരണത്തിലെ രാഗാദി മാലിന്യങ്ങളെല്ലാം നീങ്ങി ആത്മാവിന്റെ സ്വരൂപം ഇന്നതാണെന്ന അറിവ് ക്രമത്തിൽ അവർക്ക് അധികരിച്ചു വരുന്നതിനാൽ ഞാൻ സുഖി ഞാൻ ദുഃഖി എന്ന ദേഹബോധത്തെ ആത്മാവായി ധരിച്ചിരുന്നവരായ തെറ്റായ ബോധത്തെ നശിപ്പിച്ച് ആത്മാവിന്റെ നാശരഹിതമായ ആനന്ദ സ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നു. അങ്ങനെ ദേഹനാശത്തിൽ പുനരാവൃത്തിരഹിതമായ സ്വസ്ഥാനത്തെ അവർ പ്രാപിക്കുന്നു. അങ്ങനെ സത്തുക്കളുടെ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന ആ പുരുഷോത്തമന് എങ്ങനെയാണ് ശോകമോഹങ്ങൾ ഉണ്ടാകുക? ആത്മീയം, ആത്മാവിനെ സംബന്ധിച്ചതായ അനന്തം, നാശരഹിതനായ ഐശ്വര്യം, ഈശ്വരനെ സംബന്ധിച്ച സ്ഥാനത്തെ ലഭന്തെ. ഇപ്പൊ യോഗികൾ, സത്തുക്കൾ, സജ്ജനങ്ങൾ, രാഗാദി എല്ലാം പോയി അവസാനം ആ ഭഗവാന്റെ ആ പ്രാപ്യസ്ഥാനത്താണ് എത്തുന്നത്.
സദ്ഗതേ സത്തുക്കളുടെ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന പരമസ്യ പരമപുരുഷന് മോഹഭ്രമം കുതാനു മോഹമോ ഭ്രമമോ ഒക്കെ എങ്ങനെ ഉണ്ടാകാനാണ്? അല്ലേ, മറ്റ് സത്തുക്കളെല്ലാം ആ ഭഗവാന്റെ പ്രാപ്യസ്ഥാനത്താണ് എത്താൻ ആഗ്രഹിക്കുന്നത്. അവർ ഭഗവാന്റെ പാദസേവ കൊണ്ട് പുഷ്ടി പ്രാപിച്ചവരാണ്. ആ ആത്മവിദ്യ കൊണ്ട് അവരുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെല്ലാം തീർന്ന് അവർ ഭഗവാന്റെ സ്ഥാനത്തെയാണ് പ്രാപിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാന് ശോകമോഹങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുക. യത്പാദ സേവാർജിതാത്മവിദ്യയാ ഹിനന്ത്യനാദ്യാത്മവിപര്യഗ്രഹം ലഭന്ത ആത്മീയമനന്തമൈശ്വര്യം കുതോനുമോഹ പരമസ്യ സദ്ഗതേഹേ. ശ്ലോകം 33. തം ശസ്ത്രഭൂഗൈ പ്രകരന്തമോജസ ശാല്യം ശരൈ ശൗരിർ അമോഘ വിക്രമ വിധ്വാജിനത് പർമ്മധനുശിരോമണിം സൗഭം ച ശത്രോർഗതയാരുരോജഹ. തം ശസ്ത്രപൂഗൈഹി പ്രഹരന്തം ഓജസ ബലത്തോടുകൂടി ശസ്ത്രപൂഗൈഹി ശസ്ത്രസമൂഹങ്ങളാൽ പ്രഹരിക്കുന്ന തം ശാല്യം ആ ശാല്യനെ അമോഘ വിക്രമ നിഷ്ഫലമല്ലാത്ത പരാക്രമത്തോടുകൂടിയ ശൗരിഹി കൃഷ്ണൻ, അതായത് ശസ്ത്രങ്ങൾ കൊണ്ട് ബലത്തോടെ ഒരേ സമയത്തിൽ ധാരാളം പേരെ പ്രഹരിക്കുന്ന വീരനായ ശാല്യന്റെ നേർക്ക് സത്യപരാക്രമിയായ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? ശരൈഹി ശരങ്ങൾ കൊണ്ട് വേദ്യ മുറിച്ചിട്ട് ശരങ്ങൾ പ്രയോഗിച്ച് വർമ്മ കവചത്തെയും ധനു വില്ലിനെയും ശിരോമണി കിരീടത്തെയും അചിനത് മുറിച്ചു. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു? അസ്ത്രങ്ങൾ പ്രയോഗിച്ച് കവചത്തെയും കയ്യിലുള്ള വില്ലിനെയും കിരീടത്തെയും മുറിച്ച് തന്റെ കയ്യിലുള്ള ഗദ കൊണ്ട് ശത്രുവിന്റെ സൗഭം എന്ന വിമാനത്തെയും ഭഗവാൻ നശിപ്പിക്കുകയാണ്. അപ്പൊ വില്ലയച്ച് അവന്റെ കവചത്തെയും വില്ലിനെയും കിരീടത്തെയൊക്കെ മുറിച്ചിട്ട് ശത്രുവിന്റെ സൗഭം എന്ന വിമാനത്തെ ഗദ കൊണ്ട് രുരോജാഹ നശിപ്പിച്ചു. അപ്പൊ ഗദ കൊണ്ട് അടിച്ച് അവന്റെ സൗഭം എന്ന വില്ലിനെയും ഭഗവാൻ നശിപ്പിച്ചു. തം ശസ്ത്രഭോഗൈ പ്രഹരന്തമോജസ ശാല്യം ശരൈ ശൗരിർ അമോഘ വിക്രമ വിധ്വാജിനത് വർമ്മധനു ശിരോമണിം സൗഭം ച ശത്രോർഗതയാരുരോജഹ. ശ്ലോകം 34. തത്കൃഷ്ണ ഹസ്തേർ ഇതയാ വിചൂർണിതം പപാദതോയേ ഗദയാ സഹസ്രഥ വിസൃജ്യ തത്ഭൂതലം ആസ്ഥിതോ ഗദാം ഉദ്യമ്യ ശാലോ അച്യുതം അപ്യഗാദ്രുതം. തത് കൃഷ്ണ ഹസ്ത ഈരിതയാ കൃഷ്ണന്റെ കരത്താൽ അയക്കപ്പെട്ട ഗദയാൽ വിചൂർണിതം പൊടിയാക്കപ്പെട്ട അതിനെ ആ സൗഭമെന്ന വിമാനത്തെ സഹസ്രത അനേക ഖണ്ഡമായി തോയെ ജലത്തിൽ പപാത വീണു. അപ്പൊ ഈ സൗഭമെന്ന വിമാനം ഭഗവാൻ ഗദ പ്രയോഗിച്ച് അതിനെ അടിച്ചു പൊടിയാക്കി സമുദ്രത്തിലിട്ടു. അത് സമുദ്രത്തിൽ വീണു. അതിനെ വിസർജ്യ ഉപേക്ഷിച്ചിട്ട് ഭൂതലത്തെ ആസ്ഥിത അതിവധിച്ച് അപ്പോ ശാല്വൻ എന്ത് ചെയ്തു? ആ ഭൂമിയിലിറങ്ങിയ ശാല്വനെ ഗദയെ ഉദ്യമ ഉയർത്തിയിട്ട് ദ്രുതം വേഗത്തിൽ അച്യുതം കൃഷ്ണനെ അപ്യഘാത് എതിരിട്ട് ഗമിച്ചു. ശാല്വൻ എന്ത് ചെയ്തു? ഗദ എടുത്ത് കൃഷ്ണന്റെ നേർക്കെ പാഞ്ഞെത്തി. അപ്പൊ സൗഭമെല്ലാം കൃഷ്ണൻ ഗദ കൊണ്ട് അടിച്ചു പൊടിച്ചിട്ടു. അപ്പൊ ശാല്വനുടനെ എന്ത് ചെയ്തു? ഒരു ഗദ എടുത്തുകൊണ്ട് കൃഷ്ണന്റെ നേരെ വന്നു. തത്കൃഷ്ണഹസ്തേരിതയാ വിചൂർണിതം പപാതതോയേ ഗദയാ സഹസ്രത വിസൃജ്യ തത്ഭൂതലമാസ്ഥിതോ ഗദാം ഉദ്യമ്യ ശാലോ അച്യുതം അപ്യഗാദ്രുതം. ശ്ലോകം 35. ആധാവത സഗതം തസ്യ ബാഹും ഫല്ലേന ചിത്വാദരഥാംഗമത്ഭുതം വധായ ശാല്യസ്യ ലയാർക്ക സന്നിപം ബിഭ്രദ്ബഭൗ സാർക്ക ഇവോദയാജലഃ. ആധാവതഃ
സഗതം തസ്യ ബാഹും ആധാവത നേരിട്ട് പാഞ്ഞു വരുന്ന തസ്യ അവന്റെ ശാല്യന്റെ സഗതം ഗത സഹിതമായ ബാഹും കൈയിനെ ഭല്ലേന ബാണത്താൽ ചിത്വ ഛേദിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? നേരിട്ട് പാഞ്ഞു വരുന്ന ശാല്യന്റെ കൈയിനെ അതിലുള്ള ഗതയോടുകൂടി ബാണം കൊണ്ട് മുറിച്ചു വീഴ്ത്തി. അവന്റെ ഗതയോടുകൂടി അവന്റെ കയ്യെ മുറിച്ചു വീഴ്ത്തി. ശാല്യന്റെ വധത്തിനായിക്കൊണ്ട് ലയാർക്ക സന്നിഭം പ്രളയ കാലസ്വരൂപന സദൃശനായും അത്ഭുതം ആശ്ചര്യകരമായിരിക്കുന്ന രഥാംഗം തന്റെ സുദർശനമെന്ന കാലചക്രത്തെ ബിഭ്രം വഹിച്ചിരിക്കുന്ന അവൻ സാർക്ക സൂര്യനോടുകൂടിയ ഉദയാജലമിവ ഉദയപർവ്വതം പോലെ ബഹു പ്രകാശിച്ചു. ശാലുവിനെ വധിക്കാനൊരുങ്ങിയ ഭഗവാൻ പ്രളയകാലത്തിലെ സൂര്യനെ പോലെ അത്യന്തം പ്രകാശിക്കുന്ന സുദർശനമെന്ന ചക്രത്തെ കയ്യിലെടുത്തു പിടിച്ചപ്പോൾ നീലമേഘ ശ്യാമളനായ ആ കൃഷ്ണൻ ആ ചക്രത്തിൽ നിന്നും പ്രസരിക്കുന്ന കാന്തിയുടെ വ്യാപ്തി നിമിത്തം സൂര്യനോടുകൂടിയിരിക്കുന്ന ഉദയപർവ്വതം പോലെ വിളങ്ങി. ഭഗവാൻ ചക്രവും കയ്യിലെടുത്ത് പിടിച്ച് ഉദയപർവ്വതത്തിൽ സൂര്യൻ ഉദിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തിളങ്ങി. ആധാവത സകതം തസ്യ ബാഹും പല്ലേന ചിത്വാദരഥാംഗമത്ഭുതം വധായ ശാല്യസ്യ ലയാർക്ക സന്നിഭം വിഭ്രദ്വഭൗ സാർക്ക ഇവോദയാജലഹാം. ശ്ലോകം 36. ജഹാര തേനൈവ ശിരസ്സ കുണ്ഡലം കിരീടയുക്തം പുരുമായിനോഹരി വജ്രേണ വൃത്രസ്യ യഥാ പുരന്തരോ ബഭൂവ ഹാഹേതി വജസ്തഥാ നൃണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ജഹാര തേന ഏവ ശിരഃ സകുണ്ഡലം കിരീടയുക്തം മായിനഃ ഹരിഹി. പുരുമായിനഃ അധികം മായാവിയായിരിക്കുന്ന അവന്റെ കിരീടയുക്തം കിരീടത്തോടു കൂടിയതും സകുണ്ഡലം കുണ്ഡലത്തോടു കൂടിയതുമായ ശിരസിനെ. അപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? മായാപ്രയോഗത്തിൽ സമർത്ഥനായിരിക്കുന്ന ശാല്യന്റെ ശിരസിനെ കിരീടത്തോടും കുണ്ഡലത്തോടും കൂടി എന്ത് ചെയ്തു? ഹരിഹി കൃഷ്ണൻ വൃത്രന്റെ ശിരസിനെ വജ്രം കൊണ്ട് പുരന്തര യഥ ദേവേന്ദ്രൻ എന്ന പോലെ ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് വൃത്രാസുരന്റെ ശിരസിനെ എങ്ങനെ മുറിച്ചുവോ അതുപോലെ തേനയേവ ആ ചക്രത്താൽ തന്നെ ജഹാര ഹരിച്ചു. തഥാ അപ്പോൾ നൃണാം ജനങ്ങളുടെ ഹാഹാ ഇതി വജ ഹാഹാ എന്ന വാക്ക് ബഹുവ ഉണ്ടായി. അപ്പൊ ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് വൃത്രന്റെ ശിരസിനെ എങ്ങനെ മുറിച്ചോ അതുപോലെ ഭഗവാൻ എന്ത് ചെയ്തു? സുദർശന ചക്രം കൊണ്ട് ശാല്യന്റെ ശിരസിനെ അറുത്തു. മുറിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് ഹാഹാ എന്ന ശബ്ദം ഉണ്ടായി. ജഹാര തേനൈവ ശിരസ്സ കുണ്ഡലം കിരീടയുക്തം പുരുമായിനോഹരി വജ്രേണ വൃത്രസ്യ യഥാ പുരന്തരോ ബഭൂവ ഹാഹേതി വജസ്തഥാ നൃണാം. ശ്ലോകം 37. തസ്മിൻ നിപതിതേ പാപേ സൗഭേ ച ഗതയാഹദേ നേതുർദുന്ദുഭയോ രാജൻ ദിവിദേവഗണേരിത സഖീനാമപജതിം കുർവൻ ദന്തവക്ത്രോരുഷാഭ്യഗാത്. തസ്മിൻ നിപതിതേ പാപേ സൗഭേ ച ഗതയാഹദേ നേതുഹു ദുന്ദുഭയോः രാജൻ ദിവി ദേവഗണ സഖീനാം അപജതീൻ കുർവൻ ദന്തവക്ത്രഃ രുഷാ അഭ്യഗാത്. രാജൻ, ഹേ രാജാവേ, പാപേ പാപനായ തസ്മിൻ അവൻ പാപിഷ്ടനായ ശാല്വൻ നിപതിതേ ഇപ്രകാരം പതിക്കുകയും തലയേറ്റ് തറയിൽ വീഴുകയും സൗഭം ഗത കൊണ്ട് കഥയെ നശിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ ദിവ്യ ആകാശത്തിൽ, അതായത് ഭഗവാന്റെ ഗത കൊണ്ട് സൗഭം എന്ന വിമാനത്തെ നശിപ്പിക്കപ്പെട്ടു. അതുപോലെ ചക്രം കൊണ്ട് അവനെ ശാല്യനെ കൊന്നു, വധിച്ചു. അപ്പോൾ ദിവ്യ ആകാശത്തിൽ ദേവഗണ ദേവഗണങ്ങളാൽ പ്രയോഗിക്കപ്പെട്ട ദുന്ദുഭികൾ
നേതു മുഴങ്ങി. അപ്പൊ ആകാശത്തിൽ ദേവന്മാർ ദുന്ദുഭി മുഴക്കി. സഖീന സ്നേഹിതന്മാർക്ക് അപചിതിയും പ്രതിക്രിയ കുർവൻ ചെയ്യാൻ ഇച്ഛിച്ചുകൊണ്ട് രുഷ കോപത്തോടെ ദന്തവക്ത്ര അഭ്യകാത് ദന്തവക്ത്രൻ ഓടി വന്നു. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. ദേവന്മാർ ദുന്ദുഭി മുഴക്കിയപ്പോൾ ഈ ശാല്വന്റെ കൂട്ടുകാരനായ ദന്തവക്ത്രൻ ഓടി വന്നു. അപ്പോ ശാല്വന് പ്രതിക്രിയ ചെയ്യാൻ ഇച്ഛിച്ചുകൊണ്ട് ദന്തവക്ത്രൻ ഓടി വന്നു. രാജാവെ, ശാല്വനെ ഈ വിധം ഭഗവാൻ ഹനിച്ചപ്പോൾ, അതുപോലെ അവന്റെ സൗഭത്തെ നശിപ്പിക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ ആകാശത്ത് നിന്ന് ദുന്ദുഭി തുടങ്ങിയ വാദ്യഘോഷങ്ങൾ മുഴക്കി മരിച്ചുപോയ സുഹൃത്തുക്കൾക്ക് പ്രതിക്രിയ ചെയ്യാൻ, അതായത് ശിശുപാലനും മരിച്ചു, ശാല്വനും ഒക്കെ മരിച്ചല്ലോ. അപ്പോൾ അവരുടെ കൂട്ടുകാരനായ ദന്തവക്ത്രൻ കോപത്തോടുകൂടി ഓടി വന്നു. തസ്മിൻ നിപതിതേ പാപേ സൗപേച്ച ഗതയാഹതേ നേതൃദുന്ദുഭയോ രാജൻ ദിവി ദേവഗണൈരിതാഹ സഖീനാമപചതിം കുർവൻ ദന്തവക്ത്രോ രുഷാഭ്യഗാത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സൗഭവദോ നാമ സപ്തതി തമോധ്യായക സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.